ഹലോ എവരിവൺ, എല്ലാവർക്കും R3യുടെ അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന നമ്മുടെ ബാക്കിലത്തെ ഡിസ്ക് പ്ലേറ്റ് മാറാനായിട്ട് പോവുകയാണ്. കുറച്ച് മോശമായിട്ടിരിക്കുകയാണ്, സോ അതുകൊണ്ട് തന്നെ മാറാൻ പോവുകയാണ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ബാക്ക് ഒന്ന് പൊക്കി വയ്ക്കണം. എൻ്റെ പാഡോ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇവിടെ ജാക്കാണ്. നമ്മുടെ ഫ്രെയിമിന് തൊട്ട് താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി നിർത്തുകയാണ്. നമ്മൾ തറയുന്നത് ജസ്റ്റ് ഒരു 10 മില്ലിമീറ്റർ പൊങ്ങി നിന്നാൽ മതി. നമുക്ക് ഈസിലി എല്ലാം തന്നെ ഊരി എടുക്കാനും എല്ലാം പറ്റും. സോ സേഫ് മെത്തേഡാണ്, അതുകൊണ്ട് തന്നെ വണ്ടി മറിഞ്ഞ് പോകത്തുമില്ല. സോ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് വീൽ ഊരാന്നുള്ളതാണ്. സോ നമുക്കത് നോക്കാം. പ്ലേറ്റ് ഊരാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് ഇതിൽ വരുന്ന 3 ബോൾട്ട് ആണ്. സോ അത് 6 മില്ലിമീറ്ററിൻ്റെ ഇത് കണക്കുള്ളൊരു സോക്കറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഊരാനായിട്ട് പറ്റും. സോ നമുക്കിനി അതെങ്ങനെയാണെന്ന് നോക്കാം. സോ യെസ്, ഫൈനലി നമ്മൾ ഡിസ്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. സോ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോൾട്ടൊക്കെ തന്നെ മൊത്തം അതിൻ്റെ ഇത് പോയി, നമ്മുടെ ഹെഡ് മൊത്തം പോയി ബോൾട്ടിൻ്റെ. സോ നമുക്ക് വെൽഡ് ചെയ്ത് ഇളക്കേണ്ടി വന്നു. സോ ഇങ്ങനെയാണ് വെൽഡ് ചെയ്ത് ഇളക്കിയത്. മാത്രമല്ല ഞാനിപ്പോൾ പുതിയ എൻ്റെ ബോൾട്ട്, സോ ഇപ്പോൾ അതിൻ്റെ പുതിയ ബോൾട്ട് യമഹയുടെ തന്നെ ജെനുവിൻ സ്പെയർ ആണിത്. 22 രൂപയാണ് വരുന്ന ഒരു ബോൾട്ടിന്. സോ അത് മേടിച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മൾ പുതിയ ഡിസ്ക് ഇട്ടിട്ട് ബോൾട്ട് ഇട്ട് ഫിക്സ് ചെയ്യാം. ഹിയർ കംസ് ഓ ന്യൂ ഡിസ്ക്. ഇനി നമുക്കിത് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാം. നമ്മുടെ ബോൾട്ടെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഡിസ്കും പ്ലേസ് ചെയ്തു. കാണാം പുതിയ ബോൾട്ട്. സോ ഇപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട് വീല്. നമുക്ക് ഇനി വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഫൈനലി നമ്മൾ ഡിസ്ക് ബ്രേക്കെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഓടിച്ച് നോക്കാം എങ്ങനെയാണ് ബ്രേക്കിൻ്റെ ഫീൽ എന്നൊക്കെ അറിയാൻ പറ്റും. സോ ഇനി അത്ര തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സോസ്റ്റ് പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിലായിരിക്കും ചെയ്യുന്നത്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും. തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.